ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി ബീൻസ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്ന ടൈമിൽ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണേ, അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി 1 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 250 ഗ്രാം ഉണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അധികം ഒന്നും ചേർക്കണ്ട കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട് കേട്ടോ. ഞാൻ ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും മൂടി വെച്ച് വേവിക്കുകയാണേ. ഒരു പ്രത്യേക രുചിയാണ് ഇതിന്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറാണ്. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. ഇപ്പോൾ ബീൻസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 6 മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ബീൻസ് വെന്ത് വരാനായിട്ട്. നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഇനിയാണ് നമ്മൾ ഇതിലേക്കുള്ള സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. ഒരു കുടം വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു അല്പം എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റണം കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ബീൻസൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വരണം. ഇങ്ങനെ ചുങ്ങിയിരിക്കും. അതുവരെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതാണ് ഇതിൻ്റെ ഒരു രുചി. ഈ സ്പെഷ്യൽ മെഴുക്കുവരട്ടി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ പാനിൻ്റെ ചൂടുകൊണ്ട് നന്നായിട്ട് മൊരിഞ്ഞു വരും. ഇത്തിരി ടൈം എടുക്കും, പക്ഷേ ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പം നമ്മുടെ ബീൻസ് മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉള്ളിയോ സവാളയോ ഒന്നും വഴറ്റാതെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു മെഴുക്കുവരട്ടിയല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.